ഹലോ, നമുക്കിന്നൊരു മുരിങ്ങാക്കോലും ചെമ്മീനും ഇട്ടിട്ട് വെള്ളത്തേറി ആയാലോ. അപ്പം ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാം. അതിന് സവാള പൊടിയായിട്ട് അരിഞ്ഞു, പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങാക്കോലൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ താരം ചെമ്മീനാണ്, അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, വേപ്പിലയും കൂടി വേണം കേട്ടോ. അത് നമുക്ക് അടപ്പത്തൊരു ചട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട്ടാണെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു വഴന്ന് വന്ന് നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴാണ് നമുക്ക് വീണ്ടും പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഉണ്ടോ, നല്ലൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നല്ല സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. എനിക്കിവിടെ ചെറിയ ഉള്ളി, മിക്ക കറികളിലും ഞാൻ സവാളയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഉള്ളി പൊളിക്കാനുള്ള മടി കൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ഈ സവാള ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്തൊന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 പൊടികൾ മാത്രം നമുക്ക് മതി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇടുക. നമുക്ക് എന്തോരം മുളക് എരിവധികം വേണോ അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ മുരിങ്ങാക്കോൽ എനിക്ക് തോന്നുന്നു ഈ എറണാകുളം സൈഡിലേക്കാണ് മിക്കവരും എന്ത് പച്ചക്കറി ഉണ്ടാക്കുമ്പോഴും പാവയ്ക്കൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഈ അച്ചിങ്ങ, ബീൻസ്, മുരിങ്ങാക്കോലൊക്കെ വയ്ക്കുമ്പോൾ ചെമ്മീൻ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മിക്കവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ടൊന്ന് പൊടികളൊക്കെ മൂത്ത് വന്നിട്ട് ശേഷം മാത്രം നമുക്ക് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ മാറി പൊടികളൊക്കെ ഒന്ന് ചൂടെണ്ണയിലിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് ഈ ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെമ്മീൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കുടൽ പോലത്തെ ഒരു സാധനമുണ്ട് കറുത്ത്, അതും കൂടി കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വയറിനൊക്കെ അല്ലെങ്കിൽ ചിലവർക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഈ ചെമ്മീൻ വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ മുരിങ്ങാക്കോൽ ഇതിലിട്ട് തന്നെ വേവിക്കാം. 2 രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. മുരിങ്ങാക്കോൽ വെറുതെ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഈ അല്ലാണ്ട് ചെമ്മീൻ വറ്റിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളകും ഉള്ളിയൊക്കെ മൊരിയിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മുരിങ്ങാക്കോൽ ഇട്ട് കൊടുത്ത് താളിക്കുന്നവരുണ്ട്. അതല്ലാതെ താളിച്ചിട്ട് അതിനകത്തേക്ക് മുരിങ്ങാക്കോലിട്ട് വേവിക്കുന്നതും വേറൊരു രീതിയാണ്. ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. കാരണം ആ ചെമ്മീത്തിൻ്റെ വെള്ളത്തിലൊക്കെ കിടന്ന് മുരിങ്ങാക്കോലൊന്ന് വെന്ത് കഴിയുമ്പോൾ അതെല്ലാത്തേക്ക് കയറി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് പൊതുവേ പച്ചക്കറികൾ ഇങ്ങനെ താളിച്ച് വേവിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. എല്ലാ പച്ചക്കറികളല്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പച്ചക്കറികൾ അങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് മുരിങ്ങാക്കോൽ ഇട്ടു. ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ചാറായിട്ടല്ല, നമ്മളിത് വറ്റിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത്, നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു, ഉപ്പൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അടച്ച് വെച്ച് വേവിക്കാമല്ലോ. ഞാൻ കുറച്ച് വെള്ളം കൂടി ഇട്ടു, കാരണം എനിക്ക് ഈ മുരിങ്ങാക്കോൽ വേകാൻ കുറച്ച് വെള്ളം കൂടി വേണോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇട്ടു. നമുക്ക് ഈ മുരിങ്ങാക്കോൽ അടച്ച് വെച്ച് ഒരു 5 or 8 മിനിറ്റൊക്കെ മതിയാവും. നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാം വെന്തോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ്റെ ഇതും അതിൽ കിടന്ന് നന്നായിട്ട് മുരിങ്ങാക്കോൽ നല്ല വെന്ത് ഇട്ടിട്ടുണ്ട്. ഉണ്ടാവും ചെമ്മീനും വെന്തോളും, ആ വെള്ളത്തിൽ കിടന്ന് ചെമ്മീനും വെന്തോളും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഞാൻ തുറന്ന് വെച്ചു, കുറച്ച് നേരം അടച്ചെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് വെച്ചാണ് അത് വേവിച്ചത്. അപ്പോൾ ആ വെള്ളം അടച്ച് വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി അത്യാവശ്യം വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ മിക്ക മീൻകറികളൊക്കെ അങ്ങനെയല്ല, നമ്മൾ ചാറൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി തുറന്ന് വെച്ച് വേവിക്കും. അപ്പോൾ അതിലിരുന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെമ്മീനും മുരിങ്ങാക്കോലും കൂടി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അത്രയും അങ്ങോട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാം, അതല്ല കുറച്ചൊരു പനവന പോലത്തെ ഒരു പാകത്തിനാണെങ്കിൽ ഈ ഒരു പാകത്തിൽ ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇങ്ങനെ ചെമ്മീൻ ഇട്ട് വെക്കാത്തവർ ഒന്ന് ചെമ്മീനും കൂടി ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.